ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ 5 വർഷം മിനിമം അല്ലെങ്കിൽ 5 വർഷമായിട്ട് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഗൂഗിൾ നമ്മളെ ഫോളോ ചെയ്യുന്ന കാര്യം, എന്തൊക്കെയാണ് ഗൂഗിൾ നമ്മുടെ കയ്യിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ എൻ്റെ വീഡിയോ ജസ്റ്റ് പറയാൻ പോകുന്നത്. സോ വീഡിയോ അതിൽ കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയറും ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഗൂഗിൾ എങ്ങനെ ഒരു വ്യക്തി, ഓക്കെ, ഒരു വ്യക്തിയായിട്ട് ഞാനിപ്പോൾ കണക്കാക്കുന്നത്, പുള്ളി എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഈ ഗൂഗിൾ നമ്മുടെ പേര്, നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം, നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ എത്ര ലോങ്ങിറ്റ്യൂഡ്, എത്ര ലാറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണോ അത് മൊത്തം നമ്മുടെ ഈ ഗൂഗിളിന് അറിയാം. നീ എന്തൊക്കെ സെർച്ച് ചെയ്തു, നീ യൂട്യൂബ് എന്തൊക്കെ നോക്കി, ഏതൊക്കെ വീഡിയോ ഓപ്പൺ ആക്കി, ഏതൊക്കെ ലൈക്ക് ചെയ്തു, ഏതൊക്കെ കമന്റ് ചെയ്തു, ഇതെല്ലാം നമ്മുടെ ഗൂഗിളിന് അറിയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്ന് തൊട്ടാണ് ഗൂഗിളിൽ നിന്ന് സംഭവം സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഈ നിമിഷം വരെ നമ്മൾ ഈ ഗൂഗിൾ നമ്മളെ ഈ എല്ലാ കാര്യത്തിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മുടെ സെർച്ച് ഹിസ്റ്ററി. നീ എന്തൊക്കെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ എവിടെയൊക്കെയാണ് സെർച്ച് എന്ന് പറഞ്ഞ സംഭവം നീ എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുന്നു, എന്തൊക്കെയാണ് നീ സെർച്ച് ചെയ്യുന്നത്, ഏതൊക്കെ ലിങ്കിലാണ് നീ ക്ലിക്ക് ചെയ്യുന്നത്, ഏതൊക്കെ വെബ്സൈറ്റിലാണ് നീ കയറുന്നത്, എല്ലാ സാധനവും ഈ ഗൂഗിളിനകത്ത് സേവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, നീ ഏതൊക്കെ സൈറ്റിൽ നിന്ന് അവിടെ നിന്ന് എങ്ങനെ റീഡയറക്ട് ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ ആ റീഡയറക്ട് ചെയ്ത് പോകുന്ന ടൈം, അതിന്റെ ആ ഒരു ടൈമിൽ നിന്റെ ആ ഒരു ഫോണിന്റെ ലൊക്കേഷൻ എന്തൊക്കെയാണോ ആ ഒരു ഏരിയയിലുള്ളത് അത് മൊത്തം ഈ ഗൂഗിൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ലൊക്കേഷൻ സാധനം ഓൺ ആണെങ്കിൽ നീ പോയ ടൈം, നീ വന്ന ടൈം, നീ എവിടെയാണ് പോയത്, എത്ര സമയം അവിടെ നിന്നു, എത്ര നേരം ആ ഒരു ലൊക്കേഷൻ ഓൺ ആയി കിടന്നു എന്നുള്ള സർവ്വമായ ഡീറ്റെയിൽസും ആ ഡേറ്റാസും നമ്മുടെ ഗൂഗിളിനകത്ത് അവർ കളക്ട് ആക്കി വെക്കുന്നുണ്ട്. സോ ഈ വക കാര്യങ്ങളൊക്കെ, ഈ ലൊക്കേഷൻ സംഭവം നമ്മൾ എപ്പോഴും ഓൺ ആക്കിയിടുന്ന സാധനമാണ്. സോ ഈ ലൊക്കേഷൻ നിങ്ങൾ ഓൺ ആക്കിയിടുമ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിനകത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗൂഗിൾ മാപ്പിനകത്ത് കയറുമ്പോൾ നിങ്ങൾ എവിടെ പോയി, എത്ര നേരം നിന്നു, എത്ര തിരിച്ചു വന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്തുണ്ട്. സോ ഈ ലൊക്കേഷനൊക്കെ ഓൺ ആക്കി ഇടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ലൊക്കേഷൻ ഓൺ ആക്കി ഇടുമ്പോൾ നമ്മുടെ കൂടെ ഒരു വ്യക്തിയും കൂടെ നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ ഗൂഗിളിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സാധനം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത്, നമ്മൾ ഫേസ്ബുക്കിനകത്ത്, നമ്മൾ ഈ ചെയ്യുന്ന സെർച്ചിങ്ങില്ല ഈ ഗൂഗിൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഹെഡ്സെറ്റ് ഞാൻ ആമസോണിനകത്ത് സെർച്ച് ചെയ്തെന്ന്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ആമസോണിന്റെ ഒരു പുതിയ ഹെഡ്സെറ്റ് 999 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞൊരു ആഡ് വരും. ഫേസ്ബുക്ക് കയറുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എന്താണ്, ഹെഡ്സെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ, ഇല്ലെങ്കിൽ ഇത്ര രൂപയുടെ വിലക്കുറവിൽ ഹെഡ്സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വരും. ഇൻസ്റ്റാഗ്രാമിനകത്തും വരും, ഫേസ്ബുക്കിനകത്തും വരും, എല്ലാ സ്ഥലത്തും ഈ ഒരു ആഡ് വരും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന സംഭവം ഡേറ്റ ഓൾറെഡി അവിടെ കളക്ട് ആവുന്നുണ്ട്. ഗൂഗിൾ അണ്ണൻ കൂടെ നടക്കുന്നുണ്ട്. ആ അണ്ണൻ കളക്ട് ആക്കിയിട്ട് മെറ്റയ്ക്ക് കൊടുക്കും. മെറ്റ എ വഴി അവിടെ ഇവിടെ എല്ലാം പോയി. ഇപ്പൊ ഫുൾ എ പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം എവിടെയാണ്, ഗൂഗിളിനകത്ത് സ്റ്റോർ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോന്ന് ചെയ്യുമ്പോൾ അത് നമുക്ക് സജഷൻ ആയിട്ട്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആയിട്ട് നമ്മുടെ ഫീൽഡിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്തു, ഏതൊക്കെ ആപ്പിലാണ് നിങ്ങൾ എത്ര നേരം നിന്ന്, ഇതെല്ലാം സേവ് ആവുന്നത്. നമുക്ക് ഒരു പരിധി വരെ ഇത് നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. ഗൂഗിളിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യം സേവ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പൊ നമുക്കിത് ഒരു പരിധി വരെ നമുക്ക് ഈ സാധനം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതിനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഗൂഗിൾ അക്കൗണ്ടിനകത്ത് മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്നെങ്കിൽ ഗൂഗിൾ ജസ്റ്റ് നിങ്ങൾ സെർച്ച് പറഞ്ഞിട്ട് മൈ ആക്ടിവിറ്റി സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ പോവാ, ഡേറ്റ ആൻഡ് പ്രൈവസി പോവാ, അവിടെ മൈ ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഡേറ്റാസും കളക്ട് ആയിരിക്കും. കുറേയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, കുറേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പരിപാടിയൊന്നും നടക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ ആ ഒരു ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ സെർച്ച് ഹിസ്റ്ററി ഒരു സാധനം സെർച്ച് ചെയ്തു, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അവിടെ ഈ ഡേറ്റ സ്റ്റോറേജിനകത്ത് ഇതെല്ലാം സേവ് ആയിരിക്കുക. അപ്പൊ അതും കൂടി ഡിലീറ്റ് ചെയ്താലാണ് നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്ന പരിപാടിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഒരു പരിധി വരെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തിട്ട്, ഗൂഗിൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കും. സോ വീഡിയോ ബൈ.